भजे हम गणपतिं भजे हम ഇതെവിടെ പോയി പടച്ചോനെ? വെച്ചോടുത്ത് കാണുന്നില്ലല്ലോ. സൈനബാ, സൈനബാ. ഓ തുടങ്ങി. ഈ ഉമ്മ ഇതെവിടെ? ഓ ഇതുവരെ മൊഞ്ചു നോക്കി തീർന്നില്ലേ ഉമ്മ? സുറുമ തീർന്നടി. സുറുമ പത്തിരിക്കാരി നിങ്ങളൊന്ന് അടുക്കളയിലേക്ക് ചെല്ലി. ഹാലാക്കിന്റെ ഒരു അവിലും കഞ്ഞി നേരം വെളിച്ചാകുമ്പോ തുടങ്ങും. നാശം പിടിച്ചൊരു ചണ്ടയും കോയിലും മനുഷ്യന് കണ്ണും കാതും കേൾപ്പിക്കില്ലെന്ന് വെച്ചാ എന്തേ കുന്തം? നിങ്ങളിപ്പോ കളരിപ്പയറ്റിനിറങ്ങുക കുന്തും കുറുടിയൊക്കെ ആയിട്ട്. വേണ്ട, നീ ഇന്ന് എഴുതാൻ കൊടുക്കാനുള്ള ആധാരക്കെട്ട് എവിടെ? ഈ വീട് മുഴുവൻ തെരഞ്ഞു നോക്കി, കിട്ടൂലാന്ന്. എന്ത്? ഈ വീട് മുഴുവൻ തെരഞ്ഞാ കിട്ടുമോ നിങ്ങളെ കക്ഷത്തുള്ള ആധാരക്കെട്ട്? അപ്പൊ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞൂടെ? എന്റെ അമ്മ ഇങ്ങോട്ട് വന്നേ. അല്ല, ഈ കച്ചേരി ഇവിടെ തീരൂല്ലേ? കച്ചേരി അല്ലെന്ന്, സംഗീത ക്ലാസ്. ഇതൊക്കെ വീടിനൊരു ഐശ്വര്യ. കുഞ്ഞു പറയും സംഗീതം മനസ്സിനൊരു ടോണിക്കാന്ന്. കുഞ്ഞു പലതും പറയും. കേക്കണ്ട എനിക്ക് എന്റെ കുഞ്ഞു പുരാണം. ഒക്കെ ഒരു ദിവസം ഞാൻ നിർത്തിത്തരും. അല്ല ടീച്ചറെ, ഈ പോത്തലറണ പോലെ വേണോ ഇത്? ഇത്തിരി ഒച്ച കുറച്ചുകൂടെ. അങ്ങനെ പോരെ? ഇത് ഉച്ചസ്ഥായിൽ ആലപിക്കേണ്ട കീർത്തനമാണ് മജീദ് ഭായി. ഉച്ച വരെ നീട്ടണ്ട, വേഗം തീർത്ത് പോയിക്കോളിന്ന്. നിർത്തടാ, എടാ നിർത്താൻ. പിന്നെ നീ ചെണ്ട കൊട്ടി പഠിപ്പിച്ചിട്ട് ഇവര് വലിയ വയലാർ രാമവർമ്മമാരാവാൻ പോവല്ലേ? വയലാർ രാമവർമ്മ അല്ല, മങ്കട രവിവർമ്മ. ഇതിനിടയിൽ ഓൻ പേര് മാറ്റിയാ? ഇതാടാ പറയണത്, ഇങ്ങള് കലാകാരന്മാർക്ക് ഒരു സ്ഥിരതയില്ലാന്ന്. പറയണ വാക്കിനൊരു വിലയുണ്ടാവൂല. പേര് വരെ മാറ്റില്ലടങ്ങള്. നേരം വെളുക്കുമ്പോ ഇതിന്റെ മുകളിൽ കയറി ഇരുന്ന് കയ്യും കാലിട്ട് അടിക്കണ നേരം കൊണ്ട് അനക്ക് എന്റെ പീടി ഒന്ന് തുറന്നുവിടാ. അപ്പൊ കുഞ്ഞാക്ക് എനിക്കിട്ട് തുണിപ്പീടി ആരെയൊന്നും ഓർക്കും? എന്റെ വാപ്പ. എന്റെ വാപ്പ ഇങ്ങളല്ലേ? നിങ്ങൾ നേരം വിളിക്കുമ്പോ 1100 ഉറുപ്പിട്ട് ഇറങ്ങൂലേ കണ്ടവന്റെ ഭൂമി വെട്ടിപ്പിടിക്കാൻ? വെട്ടിപ്പിടിക്കടാ, വെട്ടിപ്പിടിക്കും. അങ്ങനെ ഞാൻ ചെയ്യുന്നോണ്ടാണ് നീ മദ്ദളത്തിന്റെ മുകളിൽ കയറി ഇരുന്ന് കയ്യും കാലിട്ട് അടിക്കുന്നതും നിന്റെ ഈ ഉമ്മ സിന്ധി പശുവിന്റെ പോലെ കൊഴുത്ത് തടിച്ചിരിക്കുന്നതും. നിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ പോയി. അതല്ലേ ഇത്? അപ്പൊ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞൂടെ? നമുക്ക് അല്ല പുയ്യാപ്പിളെ, പത്തിരി മീൻമുളകിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാണ്ട് ഇറങ്ങാ. എനിക്കിപ്പോ ഒരു അമ്മായി സൽക്കാരത്തിന് പറ്റിയ നേരല്ല അമ്മായി. പിന്നെ അദിനാൻ സ്വാമിന്റെ പുതിയ CD ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് കൊണ്ടുവരണേ. കണ്ണീ കണ്ട സ്വാമിമാരുടെ ഭജന കേൾക്കാൻ ഇറങ്ങിയിരിക്കുക തള്ള വയസ്സാം കാലത്ത്. ഒരു പെരിക്ക് പെരിക്കിനിട മക്കളെ. ഈ 1001 ബലത്തിൽ ഇന്ന് നല്ലൊരു ഭൂമി കച്ചവടം നടക്കണേ എന്റെ പടച്ചോനെ. ഏർച്ചപ്പെട്ടിയിൽ എന്തെങ്കിലും ഇടണ്ടേ? അമ്പതിന്റെ പൈസ കാണാനില്ലല്ലോ. ബിസ്മില്ലാ. പടച്ചോനെ. മജീദ് ഭായ്, ഇമ്മാതിരി പണി മനുഷ്യന്മാർ ചെയ്യരുത്. നേർച്ചപ്പെട്ടിയിൽ കാശിട്ടതാ. എന്റെ ജാതിക്കാര്യത്തിൽ ഭാസ്കർ ഇടപെടണ്ട. ജാതിക്കാര്യത്തിലല്ല, ഭൂമിക്കാര്യത്തിൽ ഇടപെടാനാ ഞാൻ വന്നത്. നിങ്ങളെന്ത് പണിയാന്ന് കാണിച്ചത്? 15 ലക്ഷത്തിന്റെ സ്വത്തിന് 1001 ഞൊട്ട ടോക്കൺ പിടിപ്പിച്ച് അഡ്വാൻസിയായി 50,000 മിനിയാതെത്തിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരെ പറ്റിച്ചില്ലേ? നേറികേട് കാണിക്കരുത് ഭായി. ഇതാ 1001 രൂപ. നിങ്ങൾ എന്തു വർത്താനാ ഈ പറയണ? പൈസ ഓന് എത്തിച്ചില്ലേ? ആര്? കുഞ്ഞാക്കിയായിരിക്കും. അവൻ എന്നോട് 50,000 തിരുമറിക്ക് ചോദിച്ചതാ. അപ്പോഴേ എനിക്ക് മനസ്സിലായി അത് നിങ്ങൾക്കായിരിക്കും. കുഞ്ഞാക്ക ചോദിച്ചാൽ 5 ലക്ഷം ഒപ്പിച്ചു കൊടുക്കും ഞാൻ. അത് വേറെ കാര്യം. അതെ, ഇവരെ സ്ഥലത്തിന് നിങ്ങൾ പറഞ്ഞതിലും വലിയ വിലക്ക് ഞാനൊരു പാർട്ടിയെ കൊണ്ടേ കൊടുത്തതാ. ആ പാർട്ടിയോട് അവിടുത്തെ വെള്ളം ശരിയല്ല, വഴി ശരിയല്ല, ചാത്തനേറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മടക്കി ആണല്ലോ. എന്തിനാ ബായ് ബടക്കാക്കി തനിക്കാക്കുന്ന? നിങ്ങളൊന്ന് വണ്ടി കയറി. ഇവിടെ എക്സിബിഷൻ ഒന്നും ഇല്ലടാ എന്റെ മക്കളെ. നിങ്ങൾ ആരെയാണ് ഈ ഏന്തി നോക്കുന്നത്? ഇത്രയും ഹംകിള് ഈ അങ്ങാടിയിലുണ്ടെന്ന് ഇപ്പഴാ എനിക്ക് മനസ്സിലായി. 1001 ഉറുപ്പിയും ഇസ്തിരി ചുളിയാത്ത കുപ്പായോ ഒലക്കമ്മന റേഡോ വാച്ചും 6 ദൂരം താമസവും. അയ്യയ്യേ, നാണക്കേട്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഷട്ടറിട്ട് പോരേ പോടോ. ഈ 1001 ഉറുപ്പിക കൊണ്ട് ഭൂമിയുടെ പൊക്കിളിൽ ഞാൻ കൈയിടും ഭാസ്കര. യാത്രക്കാർ ശ്രദ്ധയ്ക്ക് ഏറനാട്ടിൽ നിന്നും മങ്കര വഴി പല്ലശനി ക്ഷേത്രത്തിലേക്കുള്ള ദേവീപ്രസാദം 8:15 പുറപ്പെടുന്നു. ശ്രദ്ധിക്കുക, തിരുവണ്ണൂർ കൊളപ്പടി ചെറുകര പെരിന്തൽമണ്ണ വഴി ശിവപുരത്തേക്ക് പോകുന്ന മൈത്രിയും റോഡ് കിങ്ങും സ്റ്റാൻഡിന് വലതുഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഏറനാട്ടിൽ നിന്നും പത്തിരിപ്പാലം വഴി പാലക്കാട്ടേക്ക് പോകുന്ന കമല പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. തൊട്ടുപുറകെ സഹദേവനും പോകേണ്ടതാണ്.
കണ്ടുകൊടുത്ത എനിക്ക് അല്ല ബസ് പോണാരും വിളിച്ചു പറഞ്ഞതാ. മൊബൈൽ നമ്പർ ചോദിക്കായിരുന്നു. ഓട്ടെ. സുന്ദര, എന്തൊക്കെയുണ്ട് സുന്ദര? എന്ത് പറയാനാ, അച്ഛൻ കിടന്ന കിടപ്പ് തന്നെ. അമ്മ പിന്നെ നേരത്തെ കിടപ്പിലാണല്ലോ. വീട്ടിലെ കാര്യല്ലടോ, തിന്നാൻ എന്തുണ്ടെന്ന്. അതിനല്ലേ പുട്ട്, ദോശ, അപ്പോ. എന്നാ ഒരു കഷ്ണം പുട്ട്, ഒരു ചുറ്റിക. ചുറ്റിയോ? എന്തിനാ? പുട്ട് പൊടിച്ച് തിന്നാൻ. അത്രക്ക് സോഫ്റ്റ് ആണല്ലോ നിന്റെ പുട്ട്. ഒരു കട്ടൻ എടുക്ക്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഏറനാട്ടിൽ നിന്നും ചെർപ്പുളശ്ശേരി വഴി മലപ്പുറത്തേക്ക് പോകുന്ന റോഡ് കിങ് ഉടൻ പുറപ്പെടുന്നു. റോഡ് കിങ് ഉടൻ പുറപ്പെടുന്നു. നിന്റെ വായിലെന്താടാ മൈക്ക് എന്തേ? മൈത്രി പുറപ്പെടുന്ന കാര്യം മാത്രം എന്താ നിന്റെ വായിന്ന് പുറത്തേക്ക് വരാത്തത്? അടങ്ങ് വിജയ, അടങ്ങ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ശിവപുരത്തേക്ക് പോകാൻ വേണ്ടി മൈത്രി തയ്യാറായി നിൽക്കുന്നു. റോഡ് കിങ് എന്ന് പറയുന്ന ബസ് തന്നെയാണ്, അല്ലാതെ ഓട്ടോറിക്ഷ ഒന്നും അല്ല. അനൗൺസ് ചെയ്യടാ. ഓ, സമയമാകുമ്പോ അനൗൺസ് ചെയ്യും. നിന്റെ സൗകര്യത്തിന് പറഞ്ഞല്ലേ ബസ് സ്റ്റാൻഡ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഏറനാട്ടിൽ നിന്ന് ശിവപുരത്തേക്ക് പോകുന്ന റോഡ് കിങ് 8:30 പുറപ്പെടുന്നു. വിളിച്ചു പറയണ. ഇവനാരടാ ഏർനാട്ട അർന്നോൾട്ടാ? നമ്മുടെ മൈത്രി പോയോ കുമാരേട്ടാ? മൈത്രി ഒക്കെ പോയില്ലേ കുട്ടിയെ? അതുകൊണ്ടല്ലേ ഈ നാട്ടില് വെട്ടും കുത്തും കുഴപ്പങ്ങളൊക്കെ. ആ മൈത്രി അല്ല, നമ്മുടെ മൈത്രി ബസ്. അത് വരാനാവുന്നല്ലേ ഉള്ളൂ. ഓ, പറയും പോലെ സമയം ആവുന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്? എടാ റോഡ് കിങ്, ഇന്ന് ഇതിൽ പോവാടാ. വേഗം, കുട്ടികളോട് മാറ്, മാറ്, മാറ്. പോരാൻ. അയ്യോ അമ്മേ. പടച്ചോനെ, എന്തിട്ടത് നെറ്റി മുറിഞ്ഞിക്കണല്ലോ. വാസുട്ടി, ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതാ റോഡ് കിങ്ങാരി ചെയ്തതാ. അതിന് മുന്നിൽ പോയില്ലേ? കുഞ്ഞാക്കടെ മുമ്പിൽ വേറൊരു കിങ് വേണ്ട, കൂട്ടണം. നിങ്ങളുണ്ടെങ്കിൽ നമ്മളും ഉണ്ടെങ്കിൽ അവിടെ മോനെ വണ്ടി കയറ്റി ആരാണ്ട. ആ, നിങ്ങൾ ഇറങ്ങിക്കോളി, കൂട്ടിയാ കൂടൂല. ഏതപ്പോ നേരം ഇന്നേരം തന്റെ വണ്ടി അങ്ങനെ എവിടെ എത്തി? അതിന് നമുക്കൊരു കളി വേറെ കളിക്കണ്ട, അതവിടെ വെക്കട്ടെ. ഈ ചെക്കനെ ഈ ബസ് ഒന്ന് തള്ളിട്ടോ. നടു റോട്ടുമ്മല് മനുഷ്യക്കുരുതികളാ നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരെ മത്സരം ഓട്ടം കൊണ്ട് നടക്കണതേ. അവന്റെ കയ്യോ കാലോ ജീവനോ പോരുന്നെങ്കിൽ ഓന്റെ തന്തക്ക് നടക്കും. ഈ തിരിച്ചു കൊടുക്കും അവനെ. അത് തന്തയോ? അത് ഓക്കെ, പോകാം. അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്ത് പോകാൻ പറ്റ സുൽത്താനെ. കണ്ടീഷനുള്ള വണ്ടി ആകുമ്പോ റോഡിലോടി 10 കാശുണ്ടാക്കും. അങ്ങനെ ഓടാനേ അശോക, റോഡ് എന്റെ തറവാട്ട് വകല്ലോ. പിന്നെ എന്റെ വാപ്പാന്റെ വകയാ. അശോക, അനക്ക് വിളമ്പി വെച്ച ഈ തിന്നു. മറ്റുള്ളവരുടെ കൈയിട്ട് വരാൻ വന്ന ചക്കര ആ കൈ ഞാൻ വെട്ടും, ഉറപ്പാ. വെട്ടിയാ മുറിയാണ്ടിരിക്കാൻ ഉരുക്കൊന്നുമല്ല എന്റെ കൈ.
4 ഫുൾ ടിക്കറ്റും വേണ്ടിട്ട് റോട്ടുമലിട്ട് ഓടിക്കും ചവിട്ടി തള്ളിട്ട് നെറ്റി പൊട്ടിക്കുകയും ചെയ്യണ ഈ മക്കളില്ലേ, ഇതൊക്കെ ആരാന്ന് എന്റെ വിചാരം? കണക്കൊന്നും വലിയ വളർച്ചയിലൂടെങ്ങായി. ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ചെക്കർ, അങ്ങനെ 3-4 കഴിഞ്ഞ നമ്മളെ കഥ. ഇതൊക്കെ വളരാനുള്ള മക്കളാ. ഈ മക്കളെ വില മനസ്സിലാക്കാനേ തന്ത ആകണമെന്നില്ല, തന്തയ്ക്ക് ഉണ്ടായ മതിയോ. ആക്സിലേറ്റർ മേൽ കാലമർത്തി മുന്നോട്ട് പായുമ്പോ എപ്പോഴും ഒരു സടം വരയ്ക്കുന്ന സാധ്യത ഉണ്ടെന്ന് ഓർത്തോ. എത്ര വണ്ടി എങ്ങട്ടെല്ലാം പോയ റോഡാ മുന്നിൽ കിടക്കണത്. കാണാട്ടാ. ഇറങ്ങിങ്ങാട് സമയില്ല. സ്ത്രീകൾ കേറാൻ ഈ ഫുട്ബോളിൽ നിന്ന് മാറിക്കൊടുത്തൂടെ ക്ലീനർമാർക്ക്? സ്ത്രീകളോ? സ്റ്റുഡൻസ് അല്ലേ, കൊച്ചുകുട്ടികൾ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഏത് പ്രായത്തിലായാലും പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻസ് തന്നെയാ. അല്ലെങ്കിൽ നിങ്ങൾ ബസ് ജീവനക്കാർക്ക് വിദ്യാർത്ഥികളോട് അലർജി അല്ലേ? അതെ, ഒന്ന് പറയുന്ന വഴി തന്നെ ഇറങ്ങി തൊട്ടുരുമി അങ്ങനെ സൂചിക്കണ്ട. പിന്നെ തൊട്ടിരുമാൻ പറ്റൊരു ഉരുപ്പടി അല്ല, നീലക്കുരുവി കേറിയാട്ടെ. അല്ല വിളിയേച്ചി, ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതാൻ തന്നെയാണോ തീരുമാനം? ഇക്കൊല്ലം SSLC എഴുതുകയും ചെയ്യും, ഞാൻ ജയിക്കുകയും ചെയ്യും. കണ്ണും കാതും ഫീസായാലും വടിയും കുത്തിപ്പിടിച്ചു പോയി പരീക്ഷ എഴുതും. ഓ, എന്തൊരു സാക്ഷര കേരളം. ഒരു ഓമല്ലൂര് 5.50. അയ്യോ ഈശ്വരാ, നീയോ? എത്ര കാലമായിട്ട് നിന്നെ കണ്ടിട്ട്? അയ്യോ, ക്ഷീണിച്ചു പോയല്ലോ നീ. നിനക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല. ഞാൻ കുടുംബവും കുട്ടികളും ഒക്കെ വയസ്സായി. നീ ഇപ്പോഴും SSLC പഠിക്കുന്ന വിദ്യാർത്ഥിനി. മുഖ്യമായിട്ട് എനിക്ക് പഠിത്തം തന്നെ. അതെ, മനസ്സ് നിറച്ച് SSLC-യാ. അതിനിടയ്ക്ക് മക്കൾ 2 എനിക്ക് ഉണ്ടായി. മൂത്തോൻ ഇപ്പൊ +2, രണ്ടാമത്തുള്ള SSLC-യാ. ഇക്കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് SSLC എഴുതും. അതിന് വേണൊരു ഭാഗ്യം. അതെ, എന്റെ കയ്യിൽ നിന്ന് പിന്നെ നടന്നു എന്ന് ഇയാളെ കുത്തി. ആണോ? കുത്തുകൊണ്ടില്ലേ? ഇനി ഒന്ന് മാറി എന്നെ പാസഞ്ചറെ. അത് എന്റെ സൗകര്യ. ടിക്കറ്റ് എടുത്ത യാത്രക്കാരനെ ഞാൻ ഇരിക്കണോ മാറി നിൽക്കണോ ഞാൻ തീരുമാനിക്കും. അതിന് നീ പോയി പെണ്ണ് കെട്ടി അവളെ കൊണ്ട് കയറി. ഇവളുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. അല്ല, അത് തീരുമാനിക്കാൻ താനാരാ? മഹിളാ സമാജ മണ്ഡലം പ്രസിഡന്റാ. ഈ മഹിളയുടെ പ്രസിഡന്റ് ഞാനാടോ. എന്റെ 2 കുട്ടികളെ പ്രസവിച്ച കന്യകയാണ് സ്റ്റുഡന്റ്. മാറിക്കടോ. എന്നെ കൊണ്ട് തൊടിയിക്കണില്ല, പിന്നെയാണ് വേറൊരുത്തൻ. അമ്പിളി, സേഫ്റ്റി പിന്ന് കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഓ, ഇഷ്ടം പോലെ. എന്നെ പോലുള്ള വിദ്യാർത്ഥികളുടെ ജീവിതം സേഫ് ആക്കണമെങ്കിലേ ശരീരം മുഴുവൻ സേഫ്റ്റി പിൻ ഉണ്ടെങ്കിലേ പറ്റും. എന്തേ ഇത്ര ഇളിക്കാൻ? അല്ല, സംഭവാമി യുഗേ എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ട്. എന്റെ അമ്മാവന് ഇത് തന്നെയായിരുന്നു പണി. എന്ത് സംഭവാമി യുഗേ? അല്ലല്ല, പലിശ കൊടുക്കല്. എന്നിട്ടിപ്പൊ എന്തായി? ഹാർട്ട് അറ്റാക്ക് വന്നല്ലേ മരിച്ചത്? ഇവിടത്തെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ നല്ലതല്ലേ, ഒന്നും അറിയാതെ മരിക്കാൻ. അയ്യടാ, അങ്ങനത്തെ അറ്റാക്ക് അല്ല. ഹാർട്ടിന്റെ മോളിൽ കൂടി ലോറിയുടെ ടയർ കയറി അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്. പാടോ മതി കയറ്റിയത്. കയറ്റല്ല, കളക്ട് ചെയ്യാ. പലിശ. ഞാൻ ആ കിണറിന്റെ മുകളിലുണ്ടാവും. ഞാൻ വിളിച്ചതേ അത് മനസ്സിലായി. അതന്നെ, നാളെ സെരീന ആർട്ടിന്റെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം തൃശ്ശൂര് പോണം. നിങ്ങൾ ഇതെന്ത് മാർപ്പാപ്പയാന്ന്? ഒരു കല്യാണക്കാരി ഒത്തു വരുമ്പോ അവരോട് ഹാർട്ടിന് സുഖമില്ല എന്ന് കുട്ടിപ്പാടി നടക്കുക. എന്തേ? കുന്തം മങ്കരയിന്ന് വന്ന കൂട്ടർ ഒഴിഞ്ഞു, ഒത്തു നടന്നു എന്ന് വിചാരിച്ചതാ. അത്രയ്ക്ക് മെനക്കെട്ടതാ ഞാൻ. കൊറേയൊക്കെ നമ്മൾ മറച്ചു വെക്കണം. കല്യാണക്കാരികൾ അങ്ങനെ നടക്കൂ. അങ്ങനൊരു കല്യാണം എന്റെ പെങ്ങളുകുട്ടിക്ക് നടക്കണ്ട. മുൻകൂട്ടി പറയാതെ കല്യാണം കഴിഞ്ഞ് ഒരു പുരയിൽ ചെന്ന് കയറി കുറെ കാലം കഴിഞ്ഞിട്ട് ഞമ്മള് പറ്റിച്ചാണെന്ന് പറഞ്ഞ് ഓല് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കിയാലോ? ആലോനയിലെ മുടങ്ങിപ്പോണ ഒരു കല്യാണത്തിന്റെ വേദനയല്ലോ ആ വേദന. നടക്കും. ഓക്കൊരാളെ കാണിച്ചു തരാണ്ടിരിക്കൂല പഠിച്ചു. എത്ര റുപ്യ വേണ്ടി വരും? അറിയാലോ ഞമ്മളെ ആശുപത്രി ചികിത്സയൊക്കെ. എഴുതിയ മരുന്ന് പറഞ്ഞ ടെസ്റ്റ്. അരിയും തുണിയും വാങ്ങണോടത്തും പുര വെക്കണോടത്തും ഒക്കെ ഞമ്മളെ ലാഭതുപോലെ ചെയ്താൽ മതി. ആരോഗ്യത്തിന്റെ കാര്യം ആരാന്റെ കയ്യിലല്ലേ? അത് യാതൊരു കരുണയില്ലാത്ത കച്ചവടക്കാരുടെ കയ്യിൽ. ഒരു 5000 ഉറുപ്പ്യെങ്കിലും ഇല്ലാണ്ട് അങ്ങോട്ട് കയറി ചെല്ലാനുള്ള ധൈര്യമൊക്കെ ഇല്ല. വെറുതെയാണോ? എന്ത് അസുഖം വന്നാലും ഞാൻ ഈ ദശമൂലാരിഷ്ടം മാത്രം കുടിക്കുന്നത്. ഇപ്പൊ കഴിച്ച ദശമൂലാരിഷ്ടം ശ്രീനെ എന്താ കുഞ്ഞാക്ക? ഒന്നിടന്നേ. ഞാനേ നാളെ ഒരു വൈക്ക് പോവാ. ഈ ഒന്ന് കരുത്. പണിയില്ലാണ്ട് നിക്കുക കുഞ്ഞാക്ക.
പടച്ചോൻ ഇങ്ങനെ നല്ലത് വരുത്തും കുഞ്ഞ. പടച്ചോയ്ക്ക് മാത്രല്ലടോ, എല്ലാവർക്കും നല്ലത് വരുത്തും. എല്ലാരെയും പടച്ചോനല്ലേ പടച്ചോൻ. ഉമ്മ, നിങ്ങളുടെ പുന്നാര വനിത വായന കുറച്ച് നേരത്തേക്ക് നിർത്തി. ഉമ്മക്കറിയോ ഇതിപ്പോ എന്താ കാര്യം? ഉപ്പാന്റെ ഭൂമി കച്ചവടത്തിന് കണ്ണി കണ്ടവരുടെ കാശ് കടം വാങ്ങി അഡ്വാൻസ് കൊടുക്കൽ കുഞ്ഞാക്കാന്റെ ജോലി. എന്നിട്ടോ കച്ചവടത്തിന്റെ ലാഭം ഉപ്പാന്റെ പോക്കറ്റിലും. ഒരു 1100 ഉറുപ്പ്യായിട്ട് ഇറങ്ങിക്കോളും. കുറെ കാലായിട്ട് 1100 ഉറുപ്പ്യായിട്ട് ഞാൻ ഇനി ഇറങ്ങും. അനക്ക് അത്രയ്ക്കേ മനസ്സിലാവൂ. ചിലക്കാനല്ലാതെ ബുദ്ധിയൊന്നുമില്ലല്ലോ. ലാഭനഷ്ടല്ല കാര്യം. സുൽത്താൻ വീട്ടില് മൂസക്കാന്റെ മൂത്ത മരുമോൻ അങ്ങാടിയില് മാനം കെട്ട അതിന്റെ മാനക്കേട് ആർക്കാ? സുൽത്താൻ വീടിന് ആണല്ലോ. അത് പുയ്യാപ്പിള പറഞ്ഞ നേര്. ആ, ഈ പുയ്യാപ്പിള എന്നും നേരെ പറഞ്ഞിട്ടുള്ളൂ. കേൾക്കണവർക്ക് ഒന്ന് വളഞ്ഞു തോന്നും. അതെന്റെ ഈ ഇല്ലാത്ത കോങ്കണ്ണ് ഉണ്ടെന്ന് തോന്നണ പോലെയാ. ഇവൻ ഈ കുഞ്ഞാക്കാന്ന് പറഞ്ഞ് പാടി പോഴ്ത്തി നടക്കുന്ന സക്കീർ ഹുസൈൻ അമ്മായിന്റെ മോനാണ്. ഞാൻ കുറ്റം പറയല്ല. നമ്മളൊട്ട് അതിന് സമ്മതിക്കില്ല. ആ, അതാണ്. അതിന് നമ്മൾ ആരെ സമ്മതിക്കാനും പാടില്ല. എന്നാലും അവനൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരു 1.5 ലക്ഷം ഉറുപ്പിയ ഒരു കളിയില്ലാതെ എന്റെ കയ്യിൽ വരുമായിരുന്നു. പോട്ടെ, കാശ് ഇന്ന് വരും, നാളെയും വരും. മാനം പോയത് പോയാ. കുഞ്ഞാക്ക, എന്താ ഇവിടെ ഒരു സമ്മേളനം? എന്റെ കുഞ്ഞാക്ക, നിങ്ങൾക്ക് 100 ആയുസാണ്. നിങ്ങളെ പറ്റി 1001 കുറ്റം പറഞ്ഞിട്ട് തൊള്ളേന്റെ ഷട്ടർ ദിപ്പിട്ടിട്ടുള്ളൂ. ആയുസിന്റെ എല്ലാവർക്കും നല്ലത്. അതെ, അളിയന്നെ എഴുതും അത്ര. നല്ലോണം പറിച്ചിട്ട് 1001 തവണ ഈ കുഞ്ഞാക്കാലിന് ഊതിക്കൊളി. പാമ്പിന്റെ മാതിരി ഇങ്ങനെ. ഉപ്പനോട് പോത്ത് കുഞ്ഞോ, ഓ, എന്റെ സുറുമേന്റെ കാര്യം മറന്നു. അത് ഞാൻ മറക്കുവോ? എന്റെ ഉപ്പ 14-ാം രാവത്തെ നിലാവ് പോലെ കൊണ്ടുനടന്ന ഈ മോത്തിന്റെ മുഞ്ചി കളയാൻ ഞാൻ സമ്മതിക്കോ? അതാ ഇങ്ങക്ക് അറിയോ കുഞ്ഞാക്ക, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും വല്യമ്മനെ കണ്ട കുഞ്ഞാക്കാന്റെ ഉമ്മല്ല മൂത്തൊരു ഇത്താത്താന്നേ തോന്നുള്ളൂ. മനസ്സിൽ സന്തോഷവും സംഗീതം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് വയസ്സാവൂലെന്ന്. മരിക്കോളെ എങ്ങനെയായിരുന്നു മുഹമ്മദ് റാഫി? ചെറുപ്പായിരുന്നു. മനസ്സിൽ സംഗീതം ഉണ്ടായിരുന്ന ആള് തന്നെയല്ലേ മാലപ്പറമ്പിലെ മൊയ്തീൻ കുട്ടി. 32-ാം വയസ്സിൽ വെടി തീർന്നില്ലേ? തള്ള വയസ്സാം കാലത്ത് ഓരോരോ കണ്ടുപിടുത്തങ്ങളായിട്ട് ഇറങ്ങിയേക്ക. നിങ്ങക്ക് രണ്ടാക്കുള്ള ഗൈഡ് ഇനിയിപ്പോ അതിന്റെ പേരിൽ പരിപ്പ് താറാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാക്ക മറക്കൂലെന്ന്. കുഞ്ഞാക്ക, സുലൈമാനി ആയിക്കോട്ടെ. പോയി കുളിക്കാൻ നോക്കി. എന്താ മോത്തൊരു വാട്ടം? ഒന്നുമില്ല. എന്റെ മോളെ മനസ്സിലാക്കി വരണവര് വന്നാ മതി. അങ്ങനെ ഒരാള് വരും. അതിനല്ലേ കുഞ്ഞാക്ക കാത്തിരിക്കണം, ഇല്ലമ്മ? പിന്നല്ലാതെ. ചെന്ന് കുളിക്കാൻ നോക്കൂ കുഞ്ഞാക്ക. അല്ലടോ, ഇന്ന് മേഫിലില്ലേ? പിന്നില്ലാതെ. നീ നമ്മള് പെരുക്കാൻ പോവല്ലേ? സൈനബ, അതെ, കഴിഞ്ഞില്ലേ ദഫ്മുട്ട്. നേരത്തിനകത്തേക്ക് എന്തെങ്കിലും ചെന്നില്ലെങ്കിലേ ഗ്യാസ്. സൈനബ വന്ന് വിളമ്പാൻ നോക്ക്. എനിക്ക് കുറച്ചുകൂടി കാലം ജീവിക്കണം. വാ, ഒരു യേശുദാസും ജയചന്ദ്രനും. ഇത്രയും അരസികനായ ഒരു തന്ത. വിവരം കുറവാണെങ്കിലും ഇക്കാര്യത്തിൽ എന്റെ ഉപ്പാനെ കുറ്റം പറയാൻ പറ്റൂല. ഡോ കുഞ്ഞോ, അന്റെ പെറ്റുമ്മ ആയതോടെ ഇതുവരെ ഞാൻ സഹിച്ച്. ഈ കാണുണ്ടാവൂല, എന്നാലോ ഞാൻ കാണുന്നുണ്ടേ ഈ ഹാർമോണി പെട്ടിയുടെ ഗതികേട്. പ്രാണസഖി എന്ന് കേട്ടിട്ട് ഈ കട്ടകൾ വരെ അന്തം വിട്ട് മേപ്പിട്ട് നോക്കുക. എത്ര കാലായി പ്രാണസഖി എന്ന് തുടങ്ങിയിട്ട്. ഈ ചുറ്റുവട്ടത്തുള്ള ഒരു പൊറുതിയേട് കൊണ്ട് പോലീസിൽ പരാതി കൊടുക്കാത്തതേ മരിച്ചുപോയ എന്റെ ഒപ്പ ഒറ്റൊരാളെ വിചാരിച്ചിട്ട് മാത്രം. പുതിയത് ഏതെങ്കിലും മാറ്റി പിടിച്ചോ, അത് അനക്കും നല്ലത്, കേക്കണോൽക്കും നല്ലത്. ഇമ്മ പറഞ്ഞ ശരിയല്ലേ? ഞമ്മക്കൊന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, ഇന്ന് തകർക്കാൻ പോവാ. പ്രാണസഖി ഞാൻ വേറുമൊരു പാമരനാം നാട്ടുകാരൻ. ഒരു രോഗിയാണെന്നുള്ള തോന്നൽ സെലീനയ്ക്കും പാടില്ല, വീട്ടിലുള്ളവർക്കും. സാധാരണ റൊമാറ്റിക് ആർത്രൈറ്റിസ് ബാധിച്ച കുട്ടികളുടെ ചികിത്സാ കാര്യത്തിൽ സംഭവിക്കാറുള്ളത് ഇടയ്ക്ക് വെച്ച് മുടങ്ങും, അല്ലെങ്കിൽ വല്ലപ്പോഴും തോന്നിയ പോലെ. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. സെലീനയുടെ ചികിത്സാ കാര്യത്തിൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മിസ്റ്റർ സക്കീർ ഹുസൈൻ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ഒരു പനി, ഒരു സന്ധിവേന, 2-3 ദിവസം കൊണ്ട് ഭേദാവെന്ന് വിചാരിച്ചു. ഒരു നിസ്സാര കൊണക്കെട്. കാലം മുഴുവൻ എന്റെ മോൾ അനുഭവിച്ചു കൂട്ടിയത്. ഇനി വിവാഹവും കാര്യമൊക്കെ ആവാം. 35 വയസ്സ് വരെ ഇഞ്ചക്ഷൻ മുടങ്ങരുതെന്ന് മാത്രം. നിങ്ങളോട് നന്ദി പറയണത് എങ്ങനെയാണെന്ന് അറിയില്ല. ദൈവത്തോട് പറയാ. இந்த வாரம் എന്തായാലും ഞാൻ കോയമ്പത്തൂർക്ക് വരും. അത് ശരിയാ, ഞാൻ എന്തിനാ തമിഴ് പറഞ്ഞ് ബുദ്ധിമുട്ടണല്ലേ? വരൂന്ന് പറഞ്ഞ് ഞാൻ വന്നിരിക്കും. ഞാൻ പിന്നെ വിളിക്കാം.
കുഞ്ഞാക്ക ഇങ്ങോട്ട് വന്നോ? ഇല്ലെന്തേ? വണ്ടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുക. സ്റ്റേഷനിൽ പിടിച്ചിട്ട് കുഞ്ഞാക്ക കുഞ്ഞാക്ക ഓട്ട വിടണ്ട. കുഞ്ഞാക്ക ഈ ഇന്ന് വണ്ടി പോയില്ലേ? വണ്ടി പോയി. വണ്ടി പോയോ? എന്താണ്ടത്? വണ്ടി പോലീസ് പിടിച്ചോണ്ട് പോയിന്ന്. റോട്ടിംഗ് അശോകൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി നമുക്കെതിരെ കേസ് ഉണ്ടാക്കിയിരിക്കുക. ഓഹോ, പട്ടാപ്പകൽ ഗുണ്ടായിസം, നടു റോഡിൽ അടിപിടി, വധശ്രമം. നിങ്ങൾ ഈ ബസ് ജീവനക്കാരെന്ന് പറഞ്ഞാൽ എന്താ ഭീകരന്മാരാ? ചെക്കിംഗ് ഇൻസ്പെക്ടർ അശോകനെ നടു റോഡിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. താൻ വധശ്രമത്തിന് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. എന്താ തനിക്കൊന്നും പറയാനില്ലേ? ഓ, എന്തുകോ കാര്യങ്ങളൊക്കെ ബാലകൃഷ്ണൻ സാർ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഞാൻ എന്ത് പറയാനാ? സംശയമുള്ളവർക്കെല്ലാം തീർത്തു കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ താൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചു പോലീസ് സ്റ്റേഷനിൽ മൊഴി തരാണോ? അങ്ങനെ ഞാനൊന്നും മൊയിഞ്ഞേരാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഈ 4-ാം തരം കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കണത്? സക്കീറേ, എന്റെ സാറേ, ആരും എന്തൊക്കെയോ നിങ്ങൾ എഴുതി പഠിപ്പിച്ച് അത് നിങ്ങൾ എന്നെ വായിച്ച് കേൾപ്പിച്ചു. രാവന്തിയോളം റോട്ടുമിക്കണം നെട്ടോട്ട് ഓടിയാലും പായാരം തീരാത്തോറാ ഞങ്ങൾ ഈ വണ്ടിപ്പണിക്കാരെ. എന്റെ ഒരു ട്രിപ്പ് അപ്പൊ നിങ്ങൾ കൊളാക്കിക്കണം. അശോകൻ ചത്തിട്ടൊന്നുമില്ലല്ലോ, ആശുപത്രിയിലല്ലേ? അതും ഇല്ലാത്ത പരിക്കുണ്ടാക്കി ഇല്ലാത്ത കേസുണ്ടാക്കി എന്നെ കുരുക്കാൻ. ആയിക്കോട്ടെ, നിങ്ങളെല്ലാരും കൂടെ എന്നെ അങ്ങോട്ട് ഉണ്ടാക്കി ഞാൻ നിന്ന് തരാം. ഏത് ജയിലിലാ പോയി കിടക്കണമെന്ന് പറഞ്ഞാൽ മതി, കിടന്നോളാം. പക്ഷേ എന്റെ വണ്ടി പിടിച്ച് സ്റ്റേഷനിൽ ഇടരുത്, ട്രിപ്പ് മുടക്കരുത്. ഞാൻ മാത്രല്ല, വേറെയും കുറെ പാവപ്പെട്ട മനുഷ്യന്മാരെ കഞ്ഞിയാറ്. ഓന് കൊടുക്കേണ്ടതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഓനെ പോലത്തെ മൃഗങ്ങൾ ചവിട്ടി റോട്ടുമിലിട്ട പല മക്കളും ആശുപത്രിയിലും ഐസിയിലും കിടക്കണ്ട്, ഇപ്പോഴും കിടക്കണ്ട്. കുറെ എണ്ണത്തിന് ജീവനും പോയിട്ടുണ്ട്. നഞ്ചെന്തിനാ സാർ നാനായി? മൊത്തം വണ്ടിപ്പണിക്കാരെ നാട്ടുകാരെ ശത്രുക്കളാക്കാൻ ഓനെ പോലത്തെ 4 നായ്ക്കൾ പോരെ? അതുകൊണ്ട് മുൻകൂറായിട്ട് പറയണം, അമ്മാതിരി പോക്കിരിത്തരം കാണിച്ച ഓനെന്നല്ല ആര് കാണിച്ചാലും ആട്ടി ഉറപ്പാ. അപ്പൊ നീ നിയമം കയ്യിലെടുത്ത് ഇറങ്ങും. നിങ്ങളെപ്പോലുള്ളവർക്ക് എടുത്താ പൊന്തിയില്ലെങ്കിൽ ഇന്നെ പോലുള്ളവർ എടുക്കും. ഓ, എന്നാ പിന്നെ വണ്ടി ഞാൻ വിട്ടുതരില്ല. വണ്ടി നിങ്ങൾ വിടണ്ട, അതിന്റെ ഡ്രൈവർ വിട്ടോളൂ. വധശ്രമം അത് ചെയ്ത ഞാനാ, എന്റെ വണ്ടിയല്ല, അതിലെ പണിക്കാരുമല്ല. എവിടെ ഒപ്പിടണ്ട് പറഞ്ഞോളി. ഞാനേട്ടാ വണ്ടി ഇറക്കി. പോയത് പോയി, അടുത്ത ട്രിപ്പെങ്കിലും നേരത്തിന് പഠിക്കാൻ നോക്ക്. എന്ത് ചെയ്യാനാ, എല്ലാവർക്കും കുതിര കയറാൻ നമ്മൾ ഒരേ വണ്ടിപ്പണിക്കാരുണ്ട് റോട്ടുമല്ലോ. നിന്നെ നിനക്കറിയാലോ, നിങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാ ഞങ്ങൾ പോലീസുകാരുടെ കാര്യവും. 4 എണ്ണം നാറിയതുണ്ടാവും. ആ 4 എണ്ണത്തിന്റെ പട്ടികയിൽ പിന്നെ എല്ലാരെയും നാട്ടുകാർ കാണും. മോളിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു നിന്നെ ഒരു ദിവസമെങ്കിലും മെനക്കെടുത്തണമെന്ന്. ഇന്റെ നാവാണ്, പറയുമ്പോ പറയണതേ ഉള്ളൂ, മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല. എന്തെങ്കിലും പറഞ്ഞു പറ്റില്ലെങ്കിൽ മാപ്പാക്കണം. പിന്നെ സൂക്ഷിക്കണം, നിനക്ക് എമ്പാട് ശത്രുക്കളുണ്ട്. ആരാന്റെ മനസ്സിൽ ശത്രുതയും അസൂയയും വളരണയും നമ്മളെന്ത് ചെയ്യാനാ സാറേ? പടച്ചോ നമ്മളെ ശത്രു ആയിരുന്നാ മതി. അതില്ലാണ്ടാക്കാനുള്ള പ്രാർത്ഥനയും ചെറിയൊരു മനോഗുണമൊക്കെ ഉണ്ടെന്ന് എന്റെ വിശ്വാസം. ബാക്കിയൊക്കെ മൂപ്പരിലല്ലേ?